തേങ്ങ ചേർക്കാതെ നല്ല രുചിയോടും മണത്തോടും കൂടിയ ഒരു കുറുകിയ സാമ്പാർ നമ്മൾ ഈ ഓണത്തിനുണ്ടാക്കിയാലോ. അപ്പം നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ സാമ്പാറിന് ടേസ്റ്റ് കൂടാൻ 2-3 കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, എന്നാൽ മാത്രം മനസ്സിലാവത്തുള്ളൂ കേട്ടോ. ഞാനിവിടെ ഈ ബൗളിൻ്റെ 1/4 ഭാഗത്തോളം കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. തൂരപ്പരിപ്പ് കഴിഞ്ഞത് കൊണ്ടാണ് കടലപ്പരിപ്പ് എടുത്തേക്കണത്. നമ്മൾ പരിപ്പൊക്കെ നന്നായി കഴുകി ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം കായ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 1.5 കപ്പോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. നമ്മുടെ സാമ്പാർ പൊടി ഉണ്ടാക്കുമ്പോൾ തന്നെ കായം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഇങ്ങനെ ചേർക്കുമ്പോൾ ഒരു കുറച്ചുകൂടി ടേസ്റ്റ് വരും കേട്ടോ. അതിനാണ് കടലപ്പരിപ്പ് ആയതുകൊണ്ട് ഒരു 3 വിസിലോളം അടുപ്പിക്കുന്നുണ്ട് കേട്ടോ. സാമ്പാർ കുറച്ച് കൂടുതൽ വെക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ണങ്ങൾ കൂടുതൽ എടുത്തിട്ടുണ്ട്. മുരിങ്ങക്കായ, ചേന, സവാള, പടവലങ്ങ, ക്യാരറ്റ്, മത്തങ്ങ, ബീൻസ്, പയർ, കായ, കുമ്പളങ്ങ, പിന്നെ വെണ്ടയ്ക്കയും തക്കാളി ഞാൻ സെപ്പറേറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് ഒരുമിച്ചിടൂല, അതുകൊണ്ടാണ് സെപ്പറേറ്റ് വെക്കണത്. നമ്മൾ പരിപ്പ് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് ഉടച്ചു കൊടുക്കുന്നില്ല, ചെറിയൊരു കൊഴുപ്പുണ്ട്, അത് മതി കേട്ടോ. ഞാനെടുത്ത കുക്കർ ചെറുതായി പോയിട്ടോ, അതുകൊണ്ട് തന്നെ ഞാൻ വലിയൊരു കുക്കർ എടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും കൂടെ തന്നെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി നമ്മൾ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് ഇതിലോട്ട്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം അടച്ച് വെച്ച് ഒരു വിസിൽ അടിക്കുന്നോടം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടെ ബെൽ ബട്ടണൊക്കെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കി വെക്കണേ, എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ കേട്ടോ. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച വെണ്ടയ്ക്ക ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറാൻ, അതുപോലെ തന്നെ സാമ്പാറിലിടുമ്പോൾ പൊട്ടിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ ഈ വെണ്ടയ്ക്ക ഇങ്ങനെ വഴറ്റിയെടുക്കുന്നത്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഇവിടെ നല്ല രീതിയിൽ വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അതേ പാനിൽ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നോടം വരെ ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി ആ ഇരുമ്പ് പാത്രം ആയതുകൊണ്ട് കുറച്ച് ചൂടുണ്ട്. നമ്മൾ വെണ്ടയ്ക്ക വഴറ്റിയതിൻ്റെ ആ ഒരു ചൂട് കൊണ്ട് തന്നെ ഇതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കുവാണ്. നിങ്ങളിങ്ങനെ ആയിരിക്കില്ല കേട്ടോ സാമ്പാറൊക്കെ ഉണ്ടാക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ഇടുമ്പോൾ നല്ല കളർ കിട്ടും, അതിന് വേണ്ടിയാണ് ഈ ഒരു പൗഡർ തന്നെ ഇടുന്നത് കേട്ടോ. ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്, നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. കുക്കർ തുറന്ന് നോക്കുകയാണ്, അതിൽ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമ്മൾ ചൂടാക്കി വെച്ച പൊടികളും വെണ്ടയ്ക്കയും തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം. വെള്ളം കുറവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ ഇവിടെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കളറുണ്ട്, കാരണം നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടതിൻ്റെ ഗുണം കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ടേസ്റ്റ് കൂടാൻ 2-3 കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടെന്ന്. ആദ്യം ഇട്ട് കൊടുത്തത് 2-3 തണ്ട് സാമ്പാർ ചീരയാണ് കേട്ടോ. ഇതിന് കുറച്ച് വഴുവഴുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ചിലർക്കൊന്നും ഇഷ്ടമല്ല, പക്ഷെ ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. അതുപോലെ നമ്മൾ ടേസ്റ്റ് കൂടാൻ വേറെ ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മല്ലിയിലയാണ്, ആഫ്രിക്കൻ മല്ലിയിലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. നല്ല മണം വരും കേട്ടോ ഈ സമയത്ത്. അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കും ഇപ്പോഴും സാമ്പാർ പൊടി ഇട്ടിട്ടില്ലല്ലോ എന്ന്. ഇട്ടിട്ടില്ല, പക്ഷെ ഭയങ്കര രസമാണ്. ഈ സമയത്ത് പോലും നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചീരയൊക്കെ 1 മിനിറ്റ് തിളപ്പിച്ച് അതിന് ശേഷം നമ്മൾ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി കാച്ചി ഒഴിക്കാം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊട്ടി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂണോളം ഉലുവ, പിന്നെ 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്. നമ്മുടെ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്താണ് നമ്മൾ നമ്മുടെ എന്താ പറയുക സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നത്. ഒരു 2.5 ടീസ്പൂണോളം സാമ്പാർ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സാമ്പാർ പൊടിയാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ, ഈ സാമ്പാർ പൊടി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കാവേ. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് കുറച്ചും കൂടെ വെളിച്ചെണ്ണ കുറവായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് നല്ല രീതിയിൽ അതിൻ്റെ പച്ചമണമൊക്കെ കളഞ്ഞു കേട്ടോ. ഇത് കണ്ടോ, ഞാൻ കുറച്ചുകൂടെ വെളിച്ചെണ്ണ അതിനകത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നേ. ഇപ്പം നമ്മുടെ പച്ചമണമൊക്കെ മാറിയപ്പോൾ നമ്മൾ കറിയിലോട്ടൊന്ന് കാച്ചി ഒഴിക്കുകയാണ്. ഈ സമയത്ത് നല്ലൊരു മണമായിരിക്കും കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ. അതുപോലെ തന്നെ നമ്മുടെ കറിക്ക് നല്ല തിക്നെസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച്
കുറച്ച് ലൂസാക്കണം. അതിന് വേണ്ടി നമ്മൾ കാച്ചിയില്ലേ അതിനകത്ത് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് ഇതിനകത്ത് ഒഴിച്ച് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച ശേഷമാണ് നമ്മൾ ഇളക്കിയെടുക്കണത് കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ എല്ലാവരും ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ആക്കണം കേട്ടോ. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം കേട്ടോ. ബൈ.